PSC ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ UP സ്കൂൾ അസിസ്റ്റൻ്റ് ഷോർട്ട് ലിസ്റ്റ് ഇന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം LPയുടെയും UPയുടെയും ഒന്നും തന്നെ ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇത്രയും നേരമായിട്ട് നമ്മൾ കാണാത്തപ്പോൾ വിചാരിച്ചു ഇന്ന് ഇനിയിപ്പോൾ ഇല്ലായിരിക്കുന്നു. പക്ഷേ അതേ UP സ്കൂൾ അസിസ്റ്റൻ്റ് ഒരു ഷോർട്ട് ലിസ്റ്റ് വന്നേക്കാണ്. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. അപ്പോൾ നമുക്ക് വിഷൻ LPUP 2027-26-28 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. 10th പ്രിലിംസ് ടെറ്റ് HS എന്നിവയ്ക്കൊക്കെ ഗ്രൂപ്പുണ്ട് കേട്ടോ. ഗ്രൂപ്പിൻ്റെ ഒക്കെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്ന് UP സ്കൂൾ അസിസ്റ്റൻറ്റിൽ ഷോർട്ട് ലിസ്റ്റ് വന്നേക്കുന്ന ജില്ല എന്ന് പറയുന്നത് തൃശ്ശൂർ ജില്ലയാണ് കേട്ടോ. കട്ട് ഓഫ് വന്നേക്കുന്നത് 62.67 കട്ട് ഓഫ് 62.67 കട്ട് ഓഫ് വന്നേക്കുന്നത്. ടോട്ടൽ കാൻഡിഡേറ്റ്സ് മെയിൻ ലിസ്റ്റിൽ 333 പേരെയാണ് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 331 പേരാണുള്ളത്. UP സ്കൂൾ അസിസ്റ്റൻ്റ് തൃശ്ശൂർ ജില്ലയിലെയാണ് ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തേക്കുന്നത്. കട്ട് ഓഫ് വന്നേക്കുന്നത് 62.67 കേട്ടോ. അപ്പോൾ ഇന്നത്തെ ദിവസം UP സ്കൂൾ അസിസ്റ്റൻ്റ് തൃശ്ശൂർ ജില്ലയുടെ മാത്രമേ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുള്ളൂ. അപ്പോൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ഇപ്പോൾ ഇത് കുറച്ച് നേരം മുമ്പ് വന്നൊരു ഷോർട്ട് ലിസ്റ്റാണ് കേട്ടോ ഇത്. അപ്പോൾ ബാക്കിയുള്ള ജില്ലകളുടെയൊക്കെ നാളെ മറ്റുള്ള ദിവസങ്ങളിലൊക്കെ ആയിട്ട് വരും. ഏകദേശം ഇപ്പോൾ കുറേ ജില്ലകളുടെ UP സ്കൂൾ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. 1-2 ജില്ലകളുടെ LP സ്കൂൾ അസിസ്റ്റൻ്റ് വന്നിട്ടുണ്ട്. വരുന്ന ദിവസങ്ങളിൽ ബാക്കി എല്ലാ ജില്ലകളുടെയും വരുന്നതായിരിക്കും. എല്ലാവരും പ്രതീക്ഷിച്ചതിനേക്കാളൊക്കെ കട്ട് ഓഫ് മാർക്ക് UP സ്കൂൾ അസിസ്റ്റൻ്റ് ഉയർന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ മെയിൻ ലിസ്റ്റ് ഉൾപ്പെട്ട കാൻഡിഡേറ്റ്സിൻ്റെ എണ്ണം വളരെയധികം കുറഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ തവണത്തെ കമ്പയർ ചെയ്യുമ്പോൾ അല്ലേ. അപ്പോൾ ഇനി വരുന്ന LPUP മിഷൻ 2026-27 ഇനി ഒരു LPUP. 26 നോട്ടിഫിക്കേഷൻ വന്ന് 27 പരീക്ഷ അടക്കാനാണ് സാധ്യത. അപ്പോൾ ഈ തവണ ലിസ്റ്റിൽ ഉൾപ്പെടാത്തവരെല്ലാം അടുത്ത തവണ ലിസ്റ്റിൽ വരാനായിട്ട് നിങ്ങളുടെ കഴിവിൻ്റെ പരമാവധി ശ്രമിക്കുക. അതിനുവേണ്ടി നല്ല രീതിയിലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. നമ്മുടെ ചാനലിൽ നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലിസ്റ്റ് ഷോർട്ട് ലിസ്റ്റ് വന്നപ്പോൾ ഞാനത് തൽക്കാലം ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. കാരണം ഷോർട്ട് ലിസ്റ്റ് ഉൾപ്പെട്ടിട്ടുണ്ടോ ഇല്ലയെന്ന് കുറേ പേർക്ക് ആശങ്ക. അപ്പോൾ പിന്നെ പഠിച്ചിട്ട് കാര്യമുണ്ടോ എന്ന് കുറേ പേര് ഡൗട്ടൊക്കെ ചോദിച്ചതുകൊണ്ട് തൽക്കാലം ഷോർട്ട് ലിസ്റ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ഏകദേശം 26ഓളം ക്ലാസ്സുകൾ മിഷൻ LPUP 26-27 ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഷോർട്ട് ലിസ്റ്റ് വന്നു തുടങ്ങി അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് മെസ്സേജ് വന്നു തുടങ്ങിയ സമയത്ത് സ്റ്റോപ്പ് ചെയ്ത് വെച്ചേക്കുമായിരുന്നു. ഇനി ഷോർട്ട് ലിസ്റ്റ് എല്ലാം പബ്ലിഷ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ക്ലാസ്സുകൾ നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. മിഷൻ LPUP 2026-27 വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. ഗ്രൂപ്പിന് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. താല്പര്യമുള്ള എല്ലാവർക്കും ജോയിൻ ചെയ്യാവുന്നതാണ്. അതുകൂടാതെ LP സ്കൂൾ അസിസ്റ്റൻറ്റ് NCA കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പരീക്ഷ എഴുതുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. 10th പ്രിലിംസിൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും LGSൻ്റെ ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റും കൂടാതെ കേറ്റഡ് കാറ്റഗറി 3 and 2 സോഷ്യൽ സയൻസ് ആൻഡ് സൈക്കോളജി ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് അവൈലബിൾ ആണ്. അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള നമ്പറിലോ മെസ്സേജ് ചെയ്താൽ മതിയാകും കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാൻ മറക്കണ്ട. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ.